എന്താ മണം? അല്ലെങ്കിലും വൈകിന്റെ സോപ്പിനൊരു പ്രത്യേക മണ. ഈ ജിന്നോട് ദേഷ്യപ്പെട്ടിരുന്നിട്ടൊന്നും കാര്യമല്ല. ജിന്നോട് കല്യാണം മുടക്കാൻ പറഞ്ഞു, ഞാനത് മുടക്കി. അതൊക്കെ ശരി തന്നെ. എന്നാലും ഭ്രാന്താന്ന് പറഞ്ഞ കല്യാണം മുടക്കണ്ടില്ല. അതിന് വേറെന്തെങ്കിലും ഒക്കെ പറഞ്ഞൂടെ? എന്നാ ഒരു കാര്യം കേക്ക്, പനിയും തലവേദനയാണ് പറഞ്ഞാല് എന്റെ കല്യാണം മുടങ്ങുമോ? ഇല്ല. അതാണ്. ഇതാവുമ്പോ ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ പ്രശ്നമുണ്ട്. എന്റെ നാട്ടുകാർ ഫുള്ള് പിന്നെ ദയനീയമായ ഒരു നോട്ടാണ്. എന്താ? എന്താണ്? എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞില്ലേ, അത് ചെക്കന്റെ പെരക്കാര് മാത്രല്ല നാട്ടില് മൊത്തം അറിഞ്ഞു. നാട്ടുകാര് മൊത്തം അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. എന്തിനാ മോളെ വെയിലുണ്ട് കണ്ട് അവിടെ ഇങ്ങനെ നിക്കണത്? വെയില് കൊണ്ടാലേ അന്റെ ഭ്രാന്ത് മൂക്കൂലേ? ആർക്കാ കാക്ക ഭ്രാന്ത്? എന്നോട് ചലക്കണ മാതിരി മൂപ്പരോട് ചലക്കാൻ നിക്കണ്ട, എടുത്തങ്ങോട്ട് എറിയും. മര്യാദക്ക് വല്ല ജോലി സെറ്റ് ആക്കാണ്ട് എന്നെ കെട്ടിക്കോ, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ഭ്രാന്താവും. ഞാൻ ശ്രമിക്കണ്ടേ, പക്ഷെ എന്താന്നറിയില്ല, ജോലി ഒന്നും കിട്ടണില്ല. ഇന്റർവ്യൂവിന് പോയി മടുത്തു. നല്ല മണണ്ടല്ലോ. ഏതാ സോപ്പ്? ഈ കിടക്കണ സോപ്പ് വൈക. വീട്ടിലിപ്പ എല്ലാവർക്കും ഈ സോപ്പ് മതി. ഒന്നും പറയാനല്ലേ, നല്ല സോപ്പാണ്. ഒന്നുമില്ല, വൈബ്രേഷനാ ഫോണിന്റെ. ഹലോ അമ്മ, ഞാൻ 3 പെട്ടി വാങ്ങിക്കണു. ഓക്കെ വാങ്ങാം. വൈകന്റെ സോപ്പ് വാങ്ങാന് ജാം ജൂമുക്ക് പോകാണ്. പോയിരുന്നോ? ഇവിടെ നിന്ന് ഭ്രാന്തായി നിക്കണ എന്റെ ഒപ്പം പോരാണ്. ഞമ്മ രണ്ടാളും ഈ പാലത്തുമ്മ കൂടി നടക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ ഗൈസ്, ഞങ്ങളിപ്പോ ഉള്ളത് മലപ്പുറത്ത് KK തലക്കലുള്ള ജാംജൂം ഹൈപ്പർ മാർക്കറ്റിലാട്ടോ. അപ്പൊ നമ്മളെ വൈഗ സോപ്പ് ഇവിടെയും വന്നിട്ടോ. ശുദ്ധമായ വെളിച്ചെണ്ണയും ഗ്ലിസറിനൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ നല്ല അടിപൊളി സോപ്പാട്ടോ നമ്മളെ വൈഗ. പിന്നെ ഈ വരുന്ന ശനിയാഴ്ച ഞായറാഴ്ചയും ഇവിടെ കില്ലർ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ വൈഗ സോപ്പിനൊക്കെ വെറും 85 ഉറുപ്പിയുള്ളൂ. അപ്പൊ നേരെ പോന്നോളി നമ്മളെ മലപ്പുറത്ത് KK തലക്കലുള്ള ജാംജൂം ഹൈപ്പർ മാർക്കറ്റിക്ക്.